എൻ്റെ പേര് നാസറുദ്ദീൻ. എൻ്റെ ബന്ധുവാണ്. ഞാൻ അറിയുന്നത് 5:45, 6 മണിയായി. ഇവിടെ നിന്ന് രണ്ടുപേരും എന്നെ വിളിച്ച് പറയണത്. അറിയുന്നത് നാസറാക്ക അറിഞ്ഞോ ഇങ്ങനെ ഇവിടെ സംഭവം. എൻ്റെ വൈഫ് പൈസക്ക് കനൂർ ബാങ്കിൽ നിന്ന് വരുന്ന വഴിക്ക് ബസ്സിൽ വെച്ച് കണ്ടു. എന്നെ ഇവിടെ ആംബുലൻസ് കിടക്കുന്നു. എന്നെ ഫോൺ ചെയ്ത് ഷെമീരെ വീടിൻ്റെ വണ്ടി കിടക്കുന്നു, നിങ്ങൾ അറിഞ്ഞാൽ ഞാൻ പറയും ഇല്ലെന്നോ. ഞാൻ അങ്ങനെ ഇവിടെ ഒരാളിനെ വിളിക്കുമ്പോൾ ഇങ്ങനെ സംഭവം ചെറുതായിട്ട് അറിഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിന്നെ അടുത്ത ഒരാളിനെ വിളിക്കുന്നത്. ഓക്കെ, അജിത്തെ ഞാൻ വിളിക്കാം, ഞാൻ ചാനലിൽ വിളിക്കാം. ഇവിടെ നിന്ന് ആരുടെയൊക്കെ മൃതദേഹങ്ങളാണ് കിട്ടിയത്? ഇവിടെ ഉണ്ടായിരുന്നത് പെൺകുട്ടിയുടെ, ഞാൻ കണ്ടില്ലല്ലോ, പെൺകുട്ടിയുടെയും അനുജന്റെയും കിട്ടിയെന്ന് പറയാം. കൊണ്ടുപോയി, അമ്മയെ ആശുപത്രി കൊണ്ടുപോയി. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ലല്ല, ഇപ്പോഴത്തെ 2 വർഷത്തിനകത്ത് എന്താണെന്നുണ്ടെന്ന് എനിക്കറിയില്ല. മുമ്പ് പ്രശ്നങ്ങളൊന്നുമില്ല, അവർ തമ്മിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രയാസം അങ്ങനെ? ഇല്ല, സാമ്പത്തിക പ്രയാസങ്ങൾ ഇതൊക്കെ ലോൺ എടുത്ത് വെച്ചതാണ്. അതിന് കുറെ കഴിഞ്ഞ് എനിക്കറിയാവുന്നതാണ്. ഈ വീടൊക്കെ ലോൺ എടുത്ത് വെച്ചാണ്. അവൻ അവിടെ ഒരു വണ്ടിയുടെ പേർ പാർട്സ് ഇങ്ങനെ സ്റ്റിക്കർ കൊട്ടിക്കുന്ന കടയാണെന്നാണ് എൻ്റെ അറിവ്. ഈ അഫാൻ വിദേശത്തായിരുന്നു? ഇവർ വിദേശത്ത് പോയിട്ടുണ്ട്, ഫാമിലിയായിട്ട് എല്ലാവരും പോയിട്ടുണ്ട്. 2 മക്കളും അമ്മായിമായിട്ടും പോയിട്ടുണ്ട്. പോയി ഒരു വർഷം വരെയൊക്കെ നിന്നിട്ടുണ്ട്. ഈ അടുത്താണ് തിരിച്ചു വന്നത്? അല്ലല്ല, 1 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു. വന്നിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് അവര് മാത്രമേ ഉള്ളൂ. അല്ല, ബാപ്പല്ല, ബാപ്പ ഗൾഫിലാണ്. ഉമ്മായി 2 മക്കളും. നാട്ടുകാരുമായിട്ട് എന്തെങ്കിലും വിഷയങ്ങളൊന്നുമില്ല. അഫ്ഫാൻ അല്ല അഹ്സാൻ ഇളയത്. അഫ്ഫാൻ. അതെ. എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടായിരുന്നോ? എന്തെങ്കിലും? ഇപ്പോഴത്തെ ഒന്നുമില്ല, മുമ്പ് ഒരു പ്രശ്നമില്ല. കൊല്ലപ്പെട്ട പെൺകുട്ടി താങ്കൾക്കറിയാം? എനിക്കറിയില്ല. ആ കുട്ടിയെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു 18 വയസ്സേ ആവുള്ളൂ. ഒരു ചെറിയ കനം കുറഞ്ഞ ഒരു കുട്ടിയുടെ ബൈക്കിൽ ബാക്കി ഇരിക്കുന്ന ഞാൻ കണ്ടതാണ്. ജസ്റ്റ് കണ്ടോടനെ ഞാൻ മോൻ മാറ്റി കളഞ്ഞു. കാരണം ഞാൻ കാണണ്ട. ഇന്ന് 4 ദിവസമേ ഉള്ളൂ. ഇപ്പം ഞാൻ പിള്ളേർക്ക് വലുതാകുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാറില്ല. ഇത്രേ ഉള്ളൂ. മറ്റേത് ഞാൻ ആഴ്ച 2 ദിവസം 3 ദിവസം അവരുടെ എന്ത് കാര്യത്തിന് ഞാൻ വരുമായിരുന്നു. അതൊന്നും അറിയില്ല. ഞാൻ ഇതിപ്പോ മരണം ഇങ്ങനെ സംഭവിച്ചപ്പോഴാണ് ഇവൻ ഇങ്ങനെ ലവർ ഉണ്ടെന്ന് ഒരു പെൺകുട്ടിയുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് കണ്ടതും ശരിയായിരുന്നല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതിനെ കുറിച്ചൊന്നും അറിയില്ല. പെൺകുട്ടിയായിട്ടൊരു ബന്ധമുണ്ടെന്ന് അറിയാൻ ഞാൻ എനിക്കത് കാണുകയും ചെയ്തു. അപ്പോൾ എനിക്ക് അതിൽ കുറച്ച് വിശ്വാസം വന്നു. ഞാൻ അത് എൻ്റെ വൈഫിനോടും പറഞ്ഞില്ല. ഈ അപ്പാന്റെ മുത്തശ്ശിയുടെ മൃതദേഹമാണോ ആദ്യം ഇവിടെ കണ്ടത്? മുത്തശ്ശിയുടെ മൃതദേഹം ഞാൻ ഇവിടെ വന്നപ്പോൾ ML ഞാൻ പറഞ്ഞു അപ്പച്ചിയുടെ അമ്മയും കൊന്നു എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എനിക്ക് 80 വയസ്സുള്ളതാണ്. അപ്പോൾ ML പറഞ്ഞു അങ്ങനെയാണ്. അവൻ 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കണം. അവർക്ക് ശരീരമൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്. അഹ്സാൻ. ബന്ധം എന്ന് പറയുന്നത് എൻ്റെ മുറയ്ക്ക് സഹോദരിയാണ്. എൻ്റെ ബാപ്പ, അനിയന്മാർ, ഏട്ടന്മാരും മക്കളിലാണ്. ആരെങ്കിലും മൃതദേഹം അടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇവിടെ? ഇല്ല, ഞങ്ങൾ കണ്ടപ്പോൾ ഇവിടെ പോലീസ് ഇവിടെ വന്ന് അടിച്ച് പൊളിച്ച് കയറി അകത്ത് കയറി എടുത്തതാണ്. ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ തൊട്ടടുത്തുനിന്ന് ഒരു ഓട്ടോയിൽ വിളിച്ചിട്ടാണ്. ആ ഓട്ടോയിലാണ് ആ പയ്യൻ പോയത്. ബെഞ്ഞാർ റോഡ് സ്റ്റേഷനിൽ പോയത്. ഒരു 4:30 മണിയൊക്കെ ആവും. കുഴപ്പമൊന്നുമില്ല, നല്ല പയ്യനായിരുന്നു. അല്ല, ഞങ്ങളുടെ മുന്നിൽ. അതെ അതെ. സമീപവാസിയാണ്. ഞങ്ങളൊക്കെ ആട്ടോയിൽ വിളിച്ച് ഞങ്ങൾ പോണാണ്. ഇവരൊക്കെ പോണാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത. നിങ്ങൾ ഈ നാട്ടിൽ അറിയാന്നുള്ളതാണ്? അറിയാന്നുള്ള തന്നെ. പക്ഷെ എൻ്റെ അനിയനെ കണക്കാണ്. അങ്ങനെ അവൻ്റെ നമുക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യാമെന്ന്. നമുക്ക് പെട്ടെന്ന് നമുക്ക് കണ്ടപ്പോൾ ഒരു വിഷമമാണ് തോന്നുന്നു. നിങ്ങൾക്ക് എപ്പോഴാണ് ഈ വിവരം അറിയുന്നത്? ഒരു 6 മണി സമയമാവും. 6-7 മണിയാവും. മൃതദേഹങ്ങൾ വീട്ടിന്റെ അകത്തുണ്ടായിരുന്നു? അത് അറിയില്ല, അത് കണ്ടില്ല. പെട്ടെന്ന് അത് അടച്ചു. ആൾക്കാർ പറഞ്ഞ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ ബ്ലോക്കായിരുന്നു. പിന്നെ വിളിച്ചപ്പോൾ നമ്മൾ ഓടി എത്തുന്നത്. പറഞ്ഞത് ഇല്ല, അതൊന്നും അറിയില്ല. ഗ്യാസ് സിലിണ്ടർ ഒക്കെ തുറന്നിട്ടിരുന്നു. പോലീസാണ് വന്നിട്ട് പിന്നെ അതെല്ലാം അടിച്ചൊക്കെ പൊളിച്ചിട്ട് അതൊക്കെ ബ്ലോക്ക്. ഒന്നും അറിയത്തില്ല. പക്ഷെ പുറമേ കാണുമ്പോൾ എല്ലാവരും നല്ല രീതിയിലായിരുന്നു. ഞങ്ങളോടൊക്കെ നല്ല സഹകരണമായിരുന്നു. പയ്യനും ഒക്കെ നല്ല അറിയണം. ആംബുലൻസ് നല്ല പോലീസ് വന്നപ്പോഴാണ്. ഇന്നലെ കണ്ടിരുന്നു. ഇല്ല. ഈ കൊലപാതകം നടന്നത് എപ്പോഴാണെന്ന് സംബന്ധിച്ച കാര്യങ്ങളൊന്നും അറിയില്ല. അതൊന്നും അറിയില്ല. ജസ്റ്റ് ഒരു 1/2 മണിക്കൂറൊക്കെ ആവുള്ളൂ. കാരണം വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഉടനെ ഈ പയ്യൻ അവിടെ ആട്ടോ വിളിച്ചിട്ട് ആട്ടോയിൽ കയറി പിഞ്ഞാറോടെ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ച് അവിടെ പിഞ്ഞാറോട്ടിൽ പോയി നേരെ സ്റ്റേഷനിലാണ് പോയത്. 4:30 പോലീസ് വന്നു. അപ്പോഴത്തന്നെ പോലീസ് ഇവിടെ വന്നു. അപ്പോഴാണ് ഞങ്ങളൊക്കെ അറിയണത്.